പ്രാണനിൽ നീ മാത്രം. രചന അവതരണം മിത്രവിന്ദ. മഹി ബെഡിൽ ഇരുന്നു കൊണ്ട് ഇരു കൈകളും അവളുടെ ഇരുവശത്തുമായി വെച്ചു. ഗൗരി ശ്വാസം വരെയും പിടിച്ചു വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എന്താടി നീ ആലോചിക്കുന്നത്? ഇനിയും എന്നെ കടിച്ചു പറിക്കാനാണോ, അതോ കണ്ണിക്കുത്താനോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. നിസ്സഹായയായി കിടക്കുകയാണ് ഗൗരി. എന്താണ് അവനോട് പറയേണ്ടതെന്ന് പോലും ഗൗരിക്കറിയില്ല. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ മഹേട്ടാ, ഞാൻ പെട്ടെന്നുണ്ടായ, അവൾ പറഞ്ഞു നിർത്തി. പെട്ടെന്നുണ്ടായ ഉൾപ്രേരണയിലാണോ നീ ഇങ്ങനെ പോക്രിത്തരം കാട്ടിയത്? അല്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു. പിന്നെ മഹേട്ടാ, എനിക്കിങ്ങനെ കിടക്കാൻ വയ്യ, ഒന്ന് മാറുമോ? അവനെ നോക്കി വിഷമത്തോടെ ഗൗരി ചോദിച്ചു. അതിന് നിന്നെ ഞാനൊന്ന് തൊട്ടിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ നിനക്കെന്താ ഇത്ര പ്രോബ്ലം? കുറച്ച് സമയം കൂടി ഇങ്ങനെ കിടന്നാൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കും, അതുകൊണ്ടാണ്. ആ എങ്കിലായിക്കോ, ബാക്കി കാര്യങ്ങൾ ഞാനും ചെയ്തോളാം. അവൻ എഴുന്നേറ്റ് നിന്ന് തൻ്റെ ഇരു കൈകളും ഒന്ന് വലിച്ചു കുടഞ്ഞു. ആ തക്കം നോക്കി ഗൗരി എഴുന്നേക്കാൻ തുനിഞ്ഞതും മഹി ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവളെ പിടിച്ച് തൻ്റെ ദേഹത്തേക്കിട്ടു. ഗൗരി കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണു തുറക്കടി, അവൻ 2-3 തവണ പറഞ്ഞു കഴിഞ്ഞാണ് അവൾ കണ്ണു തുറന്നത്. ഓ, കാണും പോലെ അല്ല കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. നീ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വണ്ണം വെച്ചല്ലോ. മഹി നെറ്റി ചൊളിച്ചുകൊണ്ട് പറഞ്ഞു. മഹിയേട്ട, വിളക്ക് കൊളുത്താറായി, എന്നെ ഒന്ന് വിടുന്നുണ്ടോ? ഗൗരി ശബ്ദം താഴ്ത്തി. ഇല്ലെങ്കിലോ? പ്ലീസ്, നിന്നോട് ഞാൻ കാലത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആ വാക്ക് പാലിക്കണ്ടേ എനിക്ക്? അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് മഹി വീണ്ടും ചോദിച്ചു. ഇനി അങ്ങനൊന്നും ആവർത്തിക്കില്ല, സത്യം. പെട്ടെന്ന് അവൾ തൻ്റെ വലത് കൈ എടുത്ത് മഹിയുടെ തലയിൽ വെച്ചു. ദേ പെണ്ണെ, കള്ളസത്യം ചെയ്ത് എൻ്റെ തല പൊട്ടിക്കാനാണോ നിന്റെ പദ്ധതി? അല്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. ഗൗരിക്ക് ശബ്ദമിടറിയതും മഹിക്ക് വിഷമമായി. ഉറപ്പാണോ? ഉറപ്പാ, എൻ്റെ ഗുരുവായൂരപ്പനാണ് സത്യം. ശരി. അവൻ കൈകൾ അയച്ചതും ഗൗരി ആശ്വാസത്തോടെ എഴുന്നേറ്റു. ഇത്രയും സമയം അവൻ്റെ നെഞ്ചിലാണല്ലോ കിടന്നതെന്നോർത്തപ്പോൾ ഒരു ജാള്യത തോന്നി. എങ്കിലും താൻ വിചാരിച്ച പോലെ മഹിയേട്ടൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നോർത്ത് അവൾ സമാധാനപ്പെട്ടു. അവൻ്റെ നെഞ്ചിലെ പാട് കാണും തോറും എന്തോ വല്ലാത്തൊരു വിഷമം പിന്നെയും പിന്നെയും തന്നെ പൊതിയും പോലെ. വേണ്ടായിരുന്നു, കഷ്ടായിപ്പോയി. മഹി എഴുന്നേറ്റുകൊണ്ട് ഫോണെടുത്ത് ആരെയോ വിളിക്കുവാനായി ബാൽക്കണിയിലേക്ക് പോയി. മഹിയേട്ടാ, ഗൗരി വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. ഇപ്പം കരയുന്ന പോലെ നിൽപ്പുണ്ട് പെണ്ണ്. ഈശ്വരാ, ഇതിവക്ക് എന്തു പറ്റി? അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ, എന്തുപറ്റി ഗൗരി? അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കരുതിയതൊന്നും അല്ല, സംഭവിച്ചു പോയി. മാപ്പ്. ഇനി അതിൻ്റെ പേരിൽ എന്നോടങ്ങനെ ദേഷ്യത്തിലൊന്നും പെരുമാറരുത്, പ്ലീസ്. പെട്ടെന്ന് അവൾ കുനിഞ്ഞ് മഹിയുടെ കാലിലൊന്ന് പിടിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് വെളിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. കണ്ണ് നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് ഗൗരി. ശരി, നിനക്കൊരു പ്രായശ്ചിത്തം ചെയ്യാൻ ഞാനൊരു അവസരം തരട്ടെ? അവൻ ചോദിച്ചു. എന്താണെന്ന അർത്ഥത്തിൽ ഗൗരി മഹിയെ നോക്കി. എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട്. നിന്നെ കണ്ട നാൾ മുതലൊന്നും അല്ല, കുറച്ചായിട്ട് അതിങ്ങനെ മനസ്സിൽ കിടന്ന് കൊളുത്തി വലിക്കുന്നു. അത് നീ എനിക്ക് സാധിച്ചു തരണം, പറ്റുമോ? മഹി ഗൗരിയോട് ചോദിച്ചു. ദൈവമേ, ഇനി സിനിമയിലൊക്കെ കാണും പോലെ ആ മുറിവിൽ വല്ല ഉമ്മയും കൊടുക്കാൻ പറയോ? ഈശ്വരാ, ഇതത് തന്നെയാവും, ഗൗരി ഓർത്തു. ഡി, അവൻ വിളിച്ചപ്പോൾ അവൾ ഞെട്ടി. ഞാൻ പറയുന്നത് വല്ലതും നീ കേട്ടോ? കേട്ടില്ല. അല്ല, കേട്ടു. കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. വേണ്ട, എനിക്ക് മനസ്സിലായി. എന്ത്? ഇക്കുറി അവനും സംശയമായി. ഞാൻ ആഗ്രഹിച്ചത് ഇവൾ എങ്ങനെ അറിഞ്ഞു? നിനക്കെന്തു മനസ്സിലായെന്ന്? അത് ഇനി പിന്നെ. ഗൗരി ഉമിനീരിറക്കി. പറയടി, എന്താണെന്ന് പറയ്. അത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്നെക്കൊണ്ട് അവിടെ ഉമ്മ വെപ്പിക്കാനല്ലേ ഈ സിനിമയിലൊക്കെ കാണും പോലെ? പെട്ടെന്ന് അവൾ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. മഹി അവളെ നോക്കി ചിരിച്ചുപോയി. ഗൗരി തൻ്റെ പുരികൻ രണ്ടും ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അപ്പോൾ അതല്ലേ? ഏത്? മണ്ണാം കട്ട, നിന്നോട് ഇത്രയും താഴ്മയായി ഒരു ഉമ്മ യാചിക്കേണ്ട ഗതികേടൊന്നും ഈ മഹിക്കില്ല. നിനക്ക് സൗകര്യമുള്ളപ്പോൾ തന്നാൽ മതി.
ഇതൊന്നുമല്ല, വേറൊരു കാര്യമാ. നിനക്ക് ഈസിയായിട്ട് പറ്റും. അവൻ കസേരയിലിരുന്നു. അയ്യോ, അപ്പോൾ അതല്ലേ? ഏത്? ഉം, ഒന്ന് മിണ്ടാതിരിക്കു പെണ്ണേ. ഇത് നിനക്ക് പറ്റുന്നതാണ്. എൻ്റെ എൻ്റെ ദേഹത്തൊന്നും തൊടുന്ന കാര്യമല്ലല്ലോ. ഗൗരി വീണ്ടും ചോദിച്ചു. ഞാൻ തൊടില്ല. നീ എന്നെ തൊടാതിരുന്നാ മതി, പോരെ? എന്ന് സമ്മതിക്കാം. ഉറപ്പാണോ? വീണ്ടും ആലോചനയോടെ ഗൗരി സമ്മതം മൂളി. എടി, അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ല നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാനും മാത്രം. അവനൊരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് ഗൗരിയോട് പറഞ്ഞു. എവിടെ പോവാ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. അവൻ വേഷം മാറുന്നത് കണ്ട് ഗൗരി മഹിയെ തന്നെ ഉറ്റുനോക്കി. നീ ഒറ്റയ്ക്കൊന്നുമല്ല, നമ്മൾ രണ്ടാളും കൂടി പോവാ. എവിടേക്ക്? അതൊക്കെ പറയാം. നീ വേഗം ഒരു ചുരിദാർ എടുത്തിട്, എന്നിട്ട് വിളക്ക് കൊളുത്ത്. സമയം പോകുന്നു. മഹി ക്ലോക്കിലേക്ക് നോക്കി. സമയം 5:30. വിളക്ക് വയ്ക്കാറായില്ലേട്ടാ. പിന്നെ നീ കുറച്ചു മുന്നേ പറഞ്ഞതോ? അത് ഞാൻ രക്ഷപ്പെടാൻ. ഗൗരി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നാൽ നമുക്കൊരു മണിക്കൂറിനുള്ളിൽ വരാം. നീ ഡ്രസ്സ് മാറ്. മഹി പുറത്തേക്ക് പോയി. ഈശ്വര, എന്താണ് ഇങ്ങേരുടെ ഉള്ളിൽ? സമ്മതിച്ച് പോവുകയും ചെയ്തു. ഗൗരി വേറെ നിർവാഹമില്ലാതെ ഒരു പിങ്ക് നിറമുള്ള സൽവാർ എടുത്തിട്ടു. താഴേക്ക് ചെന്നപ്പോൾ അവൻ ഉമ്മറത്തുണ്ട്. പോകാം. അവൻ ഗൗരിയെ നോക്കി ചോദിച്ചു. എവിടേക്കാ ഏട്ടാ? അവൾ വിഷമത്തോടെ മഹിയെ നോക്കി. വാ, ഒക്കെ പറയാം. അവൻ ഡോറ് ലോക്ക് ചെയ്തുകൊണ്ട് കാറിൻ്റെ ചാവി വിരലിന്മേലിട്ടു വട്ടം കറക്കി പോർച്ചിലേക്ക് നടന്നു. പിന്നാലെ ഗൗരിയും. മഹിയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇടയ്ക്കെപ്പോഴും ഒരു ഫോൺ വന്നു. ഹലോ അശോകേട്ടാ. ആ മഹി, ഞാൻ ലേശം ബിസിയായിരുന്നു. നീ വിളിച്ചൂല്ലേ? ഷോപ്പ് അടയ്ക്കാറായോ? ഏയ് ഇല്ലടോ. എന്താ മഹി? ഒന്നുമില്ല, വൈഫിനെ ഒന്ന് കൊണ്ടുവരാനാണ്. ഓക്കെ, താൻ വാടോ. അയാൾ ഫോൺ വെച്ചു. ഈശ്വര, കൊല്ലാനാണോ വളർത്താനാണോ? ഗൗരിക്ക് സംശയമേറി. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് അവൾ തീരുമാനിച്ചു. വണ്ടി ചെന്ന് നിന്നത് നിഹാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നെഴുതിയ വലിയൊരു ജ്വല്ലറിയുടെ മുന്നിലാണ്. മഹി ആദ്യം ഇറങ്ങി. സംശയത്തോടെ ഗൗരിയും. ഇങ്ങേരുടെ ഉദ്ദേശം എന്താണ് എൻ്റെ ഭഗവാനെ? മഹിയുടെ ഒപ്പം ഗൗരിയും അവിടേക്ക് കയറി ചെന്നു. ഹലോ മഹേശ്വർ. ആരോ വിളിച്ചപ്പോൾ മഹിയും ഒപ്പം ഗൗരിയും തിരിഞ്ഞു. ആ, അശോകേട്ടാ. വൈഫാണല്ലേ? അയാൾ ഗൗരിയെ നോക്കി പുഞ്ചിരിച്ചു. അതെ. മഹി പറഞ്ഞതുപോലെ 3-4 ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. നോക്കാമോ? ശരി. ഗൗരി ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. അവൻ അയാളുടെ പിന്നാലെ ചെന്നു. കുറച്ച് മൂക്കൂത്തിയുടെ കളക്ഷൻസ് ആയിരുന്നു. 3 ചെറിയ കല്ല്, അതിന് നടുക്ക് വേറൊരു കല്ലും. അങ്ങനെയുള്ള ഒരു പാറ്റേൺ അവന് നന്നായി ഇഷ്ടമായി. ഇതെടുക്കാം, ബില്ലടിച്ചോ അശോകേട്ടാ. അവൻ പറഞ്ഞതും അയാൾ അതുമായിട്ട് ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ഗൗരി. എന്തോ? നമുക്ക് അപ്പുറത്തേക്കാണ് പോവേണ്ടത്, വരൂ. അവൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. മഹിയുടെ കൂടെ മറ്റൊരു റൂമിലേക്ക് ചെന്നു. അവിടെ ഒരു തട്ടാനിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. കൃഷ്ണേട്ടാ, ഈ കുട്ടിയുടെ മൂക്കൊന്ന് കുത്തണം. അശോകൻ പറഞ്ഞതും ഗൗരി മഹിയെ നോക്കി. മൂക്ക് കുത്തേ? ആരുടെ? എനിക്കൊന്നും വേണ്ട. ഉച്ചത്തിൽ പറയുന്നവളെ മഹി കലിപ്പിച്ചെന്ന് നോക്കി. കുട്ടിയുടെ സമ്മതമില്ലാതാണോ സാറേ ഈ പരിപാടിക്ക് വന്നത്? തട്ടാനാണെങ്കിൽ മഹിയെ സൂക്ഷിച്ചു നോക്കി. ഗൗരി, ഇതാ, ഇതിഷ്ടായെന്ന് നോക്കിയേ. മഹി തൻ്റെ കയ്യിലിരുന്ന ഡെപ്പി അവൾക്ക് നേർക്ക് നീട്ടി. എനിക്കിതൊന്നും കാണണ്ട. മൂക്ക് കുത്തുകയും വേണ്ട, എനിക്ക് പേടിയാ. മുഖം താഴ്ത്തി പറയുന്നവളെ കണ്ടതും മഹിക്ക് ദേഷ്യമേറി. അശോകനാണെങ്കിൽ ഒന്നും മിണ്ടാതെ മഹിയുടെ അരികിൽ നിന്നു. അതേ, ആദ്യം നിങ്ങളൊരു ധാരണയിൽ വരൂ, എന്നിട്ട് മൂക്ക് കുത്താം. എന്തേ? തട്ടാൻ കൃഷ്ണേട്ടൻ പറഞ്ഞു. ഒരു ധാരണയും വേണ്ട, എനിക്ക് സമ്മതമല്ല, അത്ര തന്നെ. ഗൗരി ഇറങ്ങി വെളിയിലേക്ക് പോയി. അശോകേട്ടാ, അവൾക്ക് പേടിയാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ വേറൊരു ദിവസം വരാം, മഹി പറഞ്ഞു. അത് മതി മോനെ, കുഴപ്പമില്ലെന്നേ. ആ കുട്ടിക്ക് വല്ലാത്ത പേടിയാണ്. സാരില്ല, ഇനി ഒരിക്കലാവാല്ലേ. എന്നാ ശരി, പിന്നെ കാണാം. പല്ല് കടിച്ചു പിടിച്ച് തൻ്റെ അടുത്തേക്ക് വരുന്നവനെ കണ്ടതും ഗൗരിക്ക് അതിലും ദേഷ്യമായി. കാറിൻ്റെ ഡോർ അൺലോക്കാക്കി അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. എന്നിട്ട് മൂക്കുത്തിയുടെ ഡെപ്പി അവളോട് നേർക്കെറിഞ്ഞു. എന്നെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായല്ലേ? ദേഷ്യത്തിൽ മഹി അവളെ നോക്കി. എൻ്റെ അനുവാദമില്ലാതെ എന്തിനാ ഈ പ്രഹസനത്തിന് ഇറങ്ങിത്തിരിച്ചേ? അതുകൊണ്ടല്ലേ?
അതിന് നീ ആരടി പുല്ലേ? നിന്റെ അനുവാദം മേടിച്ചെല്ലാം ചെയ്യാനേ എന്നെ കിട്ടത്തില്ല. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ചെയ്യും. ഒരുത്തനും എന്നോടൊരു കോപ്പും ചോദിക്കാൻ വരില്ല. ആയിരിക്കും, നിങ്ങൾ വലിയ പുള്ളിയല്ലേ. പക്ഷെ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് എൻ്റെ സമ്മതത്തോടെ ആവണം. കാണണോ? ഇപ്പൊ മൂക്ക് കുത്തുന്നത് കാണണോ നിനക്ക്? അവനും വാശിയേറി. മഹേട്ടാ, എനിക്കൊരു ഇഞ്ചക്ഷൻ പോലും പേടിയാണ്. എന്നെ മൂക്ക് കുത്തിക്കാൻ നോക്കുന്ന നിങ്ങൾ ഒരു വിഡ്ഢിയാണ് കേട്ടോ. ഗൗരി നെറ്റി ചൊളിച്ചുകൊണ്ട് പറഞ്ഞു. അതേടി, ഞാനൊരു വിഡ്ഢിയാണ്. അതുകൊണ്ടാണ് നീ പോലും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ സമയദോഷം, അല്ലെങ്കിൽ വിധി, അല്ലാതെ എന്തു പറയാൻ? അവൻ അത്രയും പറഞ്ഞതും ഗൗരി പിന്നീട് ഒന്നും പറയാൻ പോയില്ല. വിഷമമൊന്നും തോന്നിയില്ല. ഇതൊക്കെ എന്ത്? ഇതിൻ്റെ അപ്പുറം എത്ര കേട്ടിരിക്കുന്നു ചെറിയമ്മയുടെ നാവിൽ നിന്നും. ഗൗരി നിശബ്ദയായിരുന്നു വീടെത്തും വരേക്കും. വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി കൈയും കാലും മുഖവും കഴുകി ഗൗരി വേഗം പൂജാമുറിയിലേക്ക് ചെന്നു. നിലവിളക്ക് കൊളുത്തി. ആ സമയം ഭഗവാന്റെ മുന്നിലിരുന്ന് കണ്ണുകൾ അടച്ചു. അതിനുശേഷം അവൾ അടുക്കളയിലേക്ക് ചെന്നു. ചപ്പാത്തിക്ക് കുഴിച്ചു. ഒരു മുട്ടയെടുത്ത് പുഴുങ്ങുവാനായി വെച്ചു. സബോളയും തക്കാളിയും ഒക്കെ കടുക് പൊട്ടിച്ചു വഴറ്റി. അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടു. കൂടെ ലാവിഷായിട്ട് കറിവേപ്പിലയും കുഴച്ചു വെച്ച കാശ്മീരി മുളകുപൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയുമൊക്കെ ഇട്ട് സവാളയിലേക്ക് നന്നായി വഴറ്റി പച്ചമണം മാറും വരയ്ക്കും. കുറച്ച് നാളികേരപ്പാൽ പിഴിഞ്ഞെടുത്ത ശേഷം അതിലേക്കിട്ട് ഒന്ന് ചൂടാക്കി ഇളക്കി വാങ്ങി. പുഴുങ്ങിയ മുട്ടയും ഇട്ടു. അവസാനം കുറച്ച് മല്ലിയിലയും തൂവി. ചപ്പാത്തി ഉരുളകളാക്കി എടുത്തു വെച്ചു. സമയം അപ്പോൾ 8 മണി. മഹി എപ്പോഴാണ് ഇറങ്ങി വരുന്നതെന്ന് അവൾക്കറിയില്ല. പോയി വിളിക്കാനും ഒരു ബുദ്ധിമുട്ട്. ആളിന്ന് നല്ല ദേഷ്യത്തിലാണ്. എന്ത് ചെയ്യാനാ? ചെറുപ്പം മുതലേ തനിക്ക് ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റില്ല. സേതു ആണെങ്കിൽ മൂക്ക് കുത്തിയിട്ട് വീട്ടിൽ വന്ന ദിവസം ഓർക്കാൻ കൂടി വയ്യ. കരഞ്ഞു നിലവിളിച്ച് പെണ്ണൊരു വഴിയായി. 2 ദിവസം കഴിഞ്ഞ് ദേ മൂക്ക് കുത്തിയ ഭാഗത്ത് വട്ടത്തിലൊരു വീക്കം. ചെറിയമ്മ നോക്കിയിട്ട് പറഞ്ഞു പഴുത്തിട്ടുണ്ടെന്ന്. അതുകൂടി കേട്ടപ്പോൾ അവളേക്കാ പേടിച്ചത് താനാണ്. 4-ാം പൊക്കം അവളത് ഊരിക്കളഞ്ഞു. അത്രമാത്രം വേദനയായിരുന്നു. ഓർക്കുമ്പോൾ ഇപ്പോഴും കാലിൻ്റെ അടിയിൽ ഒരു പെരുപ്പാണ്. എന്നാൽ ലീലയെടുത്തിയുടെ മോൾ ദിവ്യ മൂക്കുകുത്തിയിട്ട് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അവൾ തോരെ തോരെ എണ്ണയും ഉപ്പും ഇട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ലച്ചു പറഞ്ഞത്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോടി? നീ നിന്റെ സ്വപ്നലോകത്തു നിന്ന് ഒന്ന് താഴെ ഇറങ്ങ്. മഹിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും ഗൗരി ഞെട്ടി. വേഗം പാനെടുത്ത് അടുപ്പിൽ വെച്ചു. ചപ്പാത്തി പരത്തി അല്പം നെയ്യ് തൂളിക്കൊണ്ട് ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തു. കാസറോളിൽ എല്ലാം എടുത്തു വെച്ചു. മഹി അപ്പോഴേക്കും 2 പ്ലേറ്റ് എടുത്തു. 2 എണ്ണം വീതം ഇട്ടു. എഗ്ഗ് ഇതേ ഉള്ളോ? ബൗളിന്റെ മൂട് തുറന്നുകൊണ്ട് അവൻ ഗൗരിയെ നോക്കി. എനിക്ക് മുട്ട വേണ്ട. പിന്നീട് അവനൊന്നും അവളോട് ചോദിച്ചില്ല. അവൻ കൈ കഴുകി വന്ന് ഒരു കസേരയിലിരുന്നു. നിന്നോടിനി ഇരിക്കാൻ പ്രത്യേകം പറയണോ? പ്ലേറ്റിലേക്ക് കറിയെടുത്ത് ഒഴിച്ചുകൊണ്ട് മഹി ഗൗരിയെ നോക്കി. ഞാൻ കുറച്ച് കഴിഞ്ഞു കഴിച്ചോളാം. അതെന്താ? അതെന്താണെന്ന് ഏട്ടനറിയാലോ. ഇനി എന്നെക്കൊണ്ട് പറയിക്കാനാണെങ്കിൽ തൽക്കാലം ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വന്നിരുന്ന് കഴിക്കടി, മഹി ഉച്ചത്തിൽ പറഞ്ഞു. നിങ്ങളുടെ വിരട്ടലൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. ഒപ്പം ഇരിക്കാനും പോന്നില്ല. ഇത് ആള് വേറെയാ. തുടരും.